കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് നാളെയും 11-ാം തീയതി നടക്കുകയാണ്. ഏതാണ്ട് 12,000-ഓളം പ്രാദേശിക ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ 14 ജില്ലകളിൽ 2 ഘട്ടങ്ങളായി നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ വടക്കോട്ട് 7 ജില്ലകളിൽ 9-ാം തീയതിയും അവിടെ നിന്ന് വടക്കോട്ടുള്ള 7 ജില്ലകളിൽ 11-ാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നത് 13-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ കോലാഹലത്തോടുകൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയേറെയായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് പ്രധാനമായ രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 4 മാസങ്ങൾക്കകലെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രീതിയാണ് ഇതിന് സാധാരണയിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അത് കഴിയുമ്പോൾ മുനിസിപ്പാലിറ്റി, അതിനും മുകളിലായി കോർപ്പറേഷനുകൾ. ഇതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഘടന. കേരളത്തിലാകമാനമായി 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഏതാണ്ട് 40-ലധികം മുനിസിപ്പാലിറ്റികൾ, അതിനും അപ്പുറമായിട്ടുള്ള 3 തട്ടിലുള്ള പഞ്ചായത്തുകൾ. മട്ടന്നൂർ നഗരസഭയെ ഒഴിച്ച് ബാക്കി കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളും തെരഞ്ഞെടുപ്പിന് വിധേയമാവുകയാണ്. മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നതിന് സാങ്കേതികമായ ചില കാരണങ്ങളുണ്ട്. അതിന്റെ നിലവിലുള്ള അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ കേരളത്തിൽ വികസനം എന്ന പേരിൽ നടത്തിയ തട്ടിപ്പുകൾ മുഴുവൻ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭരണരംഗത്തുള്ള കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മ മൂലം ഓരോ വകുപ്പുകളൊക്കെ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രധാനമായി നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള 2-3 വകുപ്പുകളാണ് ആരോഗ്യ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ്, കാർഷിക വകുപ്പ് തുടങ്ങിയതായിട്ടുള്ള ജനസ്പർശിയായിട്ടുള്ള സർവതല സ്പർശിയായിട്ടുള്ള വകുപ്പുകളുടെ കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ കാര്യക്ഷമതയില്ലാത്ത 2 വകുപ്പുകൾ, പ്രത്യേകിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. മുൻപ് പലവട്ടം പറഞ്ഞതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് കഴിഞ്ഞ 3 വർഷമായി 14 സർവകലാശാലകൾ ഉള്ളതിൽ 12-ലും വൈസ് ചാൻസലർമാരില്ല. ഭരണരംഗത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി മൂലം ഈ സർവകലാശാലകളുടെ വികസനം മുരടിച്ചു നിൽക്കുകയാണ്. തക്ക സമയത്ത് പരീക്ഷ നടത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും ഉത്തരവാദപ്പെട്ട സർവകലാശാലകൾ ഭരണസ്തംഭനം മൂലം ഏതാണ്ട് നിശ്ചലമായിരിക്കുകയാണ്. സർക്കാരും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇരകളായിരിക്കുന്നത് നിരാധരായിട്ടുള്ള ലക്ഷക്കണക്കിന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ്. യാതൊരു വിധത്തിലും ഒരു സമവായം ഉണ്ടാക്കി സർവകലാശാലകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്യന്തം ദയനീയമാണ്. അതുകൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. അതുപോലെയാണ് കെടുകാര്യസ്ഥതയുടെ മകുട ഉദാഹരണമായി നിൽക്കുന്ന ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പിന്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരാണോ ഈ ആശുപത്രികളിൽ കിടക്കുന്നതെന്ന് കണ്ടുപോകും, അത്ഭുതപ്പെട്ടു പോകും. കാരണം അവിടെ കടുത്ത രോഗം ബാധിച്ച പാവപ്പെട്ട സാമ്പത്തികമായി പിന്നാക്ക വിഭാഗത്തിൽ നിൽക്കുന്ന രോഗികൾക്ക് കിടക്കാൻ കട്ടിലില്ല. ലോകത്തൊരുപക്ഷെ ഒരു രാജ്യത്തും കാണുകയില്ല ഇത്രയും കഠിനമായ രോഗാവസ്ഥയിലുള്ള രോഗികൾ കട്ടിലിന്റെ അടിയിൽ
വിരിച്ചും തുണി വിരിച്ചും കിടക്കുന്ന കാഴ്ച. ഇത് വേറെ എങ്ങും പോകണ്ട. കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജുകളിൽ ചെന്നാൽ അത്യന്തം കണ്ണു നിറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രോഗികൾക്ക് മരുന്നുകൾ കൊടുക്കാൻ മരുന്നില്ല. രോഗികൾ തന്നെ പുറത്തുപോയി ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ ഡോക്ടർമാർ കുറിപ്പെഴുതി കൊടുക്കുകയാണ്. സാധാരണ അടിയന്തര പ്രാധാന്യമുള്ള മരുന്നുകൾ പോലും ആശുപത്രികളിലില്ല. കോടിക്കണക്കിന് രൂപ മരുന്ന് തരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആശുപത്രികളിൽ കൊടുക്കുന്ന ആളുകൾക്ക് കുടിശ്ശികയായി കിടക്കുകയാണ്. അതുകൊണ്ട് അവർ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. കേരള മെഡിക്കൽ കോർപ്പറേഷൻ അഴിമതിയിൽ കുളിച്ചു കിടക്കുകയാണ്. അത്ര ദയനീയമായ ഒരവസ്ഥയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം. സാധാരണക്കാരന് വഹിക്കാൻ വയ്യാത്ത പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിൽ പോകാൻ മന്ത്രിമാർക്ക് സാധിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പനി വന്നാൽ അമേരിക്കയിലോട്ട് പറക്കാൻ നികുതിദായകന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ യാതൊരു ഉളുപ്പുമില്ല. എന്നാൽ ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്ത ലക്ഷക്കണക്കിന് രോഗികൾ, ആദിവാസികൾ തുടങ്ങിയ പാവപ്പെട്ട ആളുകളുടെ ആരോഗ്യ സംരക്ഷണം എത്ര ദയനീയമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസത്തിൽ സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. വെറുതെ കൊട്ടിഘോഷിച്ച് മുഖമെനിക്കൽ എന്ന രീതിയിൽ ചില സ്മാർട്ട് സ്കൂളുകളൊക്കെ ഉണ്ടാക്കി മേനി നടിക്കുകയാണ്. കർഷക രംഗം അതിനേക്കാൾ വളരെ ദയനീയമാണ്. നെല്ല് സംഭരിച്ച കൊടുത്തതായിട്ടുള്ള കർഷകർക്ക് യഥാസമയം അതിന്റെ വില കൊടുക്കാൻ കഴിയുന്നില്ല. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് കർഷകർ കൃഷി ചെയ്യുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ആ ഉള്ള വില തന്നെ സർക്കാർ കൊടുക്കുന്നില്ല. അങ്ങനെ കാർഷിക രംഗം താറുമാറായിരിക്കുന്നു. +2 കഴിഞ്ഞിട്ടുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലില്ല. ഇവിടെ ഒരു വർഷം 10 ലക്ഷം ആളുകൾക്ക് തൊഴിലൊക്കെ കൊടുക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ടുവന്ന അധികാരത്തിൽ വന്ന ഈ പറയുന്ന പിണറായി സർക്കാരിന് കേരളത്തിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ദയനീയമാണ് ഈ രംഗങ്ങളിലൊക്കെയുള്ള സർക്കാരിന്റെ പരാജയം. ഒരു ഭാഗത്ത് ഈ തരത്തിൽ കെടുകാര്യസ്ഥത മൂലം പ്രവർത്തനക്ഷമമല്ലാത്ത വകുപ്പുകൾ, മറുഭാഗത്താകട്ടെ ധാരാളിത്വവും ധൂർത്തും. ഇവിടെ ജനകീയ സദസ്സുകളും അതുപോലെ മഹാസംഗമങ്ങളും ഒക്കെ നടത്തി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ഒഴുകുകയാണ്. ഈ അടുത്ത കാലത്താണല്ലോ ഒരു അയ്യപ്പ സംഗമം നടത്തിയത്. ഇതിന്റെ എല്ലാം മൂർധന്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു സാക്ഷാൽ ഈശ്വരന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ ഒരു കൂട്ടം ആളുകൾ. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ സന്ദർശിക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കോടികളുടെ സ്വർണം മോഷണം പോയിരിക്കുകയാണ്. അമ്പലം വിഴുങ്ങികൾ എന്ന പേര് ആർജിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിൽ പെട്ടിരിക്കുന്ന പ്രതികൾ ചില്ലറക്കാരൊന്നുമല്ല. ഒരാൾ മുൻ MLA ആണ്, അദ്ദേഹം അഴിക്കുള്ളിലാണ്. മറ്റൊരാൾ ഈ പറയുന്ന പാർട്ടിയുടെ മുൻനിര നേതാവായിരുന്ന മറ്റൊരു ദേവസ്വം പ്രസിഡന്റാണ്. ഇവരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുകയാണ്. ഇപ്പോഴും അതിന്റെ തുമ്പുകൾ പൂർണ്ണമായി കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. വാതിൽപ്പാളികൾ, കട്ടിളപ്പാളികൾ, അവിടുത്തെ മറ്റ് തരത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇതെങ്ങനെ വിശ്വാസികൾ സഹിക്കും? എത്ര വികാരപരമായിട്ടാണ് വിശ്വാസികൾ അവിടെ നേർച്ചകൾ അർപ്പിക്കുന്നത്. കോടികളുടെ സ്വർണം ചെമ്പാക്കി എന്നൊക്കെ രേഖപ്പെടുത്തി മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും വിട്ടടിക്കുകയാണ്. ഇതെല്ലാം അതിശക്തമായ സർക്കാരിനേറ്റ അടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനേക്കാൾ വലിയ അടി ഇപ്പോൾ പൊതുസമൂഹം കൊടുക്കാൻ പോവുകയാണ്. ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 ജില്ലകളിലെ ജനങ്ങൾ ഈ കെടുകാര്യസ്ഥതയ്ക്കും കാര്യക്ഷമതയില്ലായ്മയ്ക്കും അധികാര ഡംപിനും ധൂർത്തിനും മറുപടി കൊടുക്കുമെന്ന് തന്നെ വേണം കരുതാൻ. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാനായി കാത്തിരിക്കുകയാണ്.
അത്ര ശക്തമായ ഒരു വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനുകളുടെ ഒക്കെ ഭരണം വർഷങ്ങളായി LDFന്റെ കയ്യിലാണെങ്കിൽ പോലും ഇന്നാകെ മാറി മറിയുന്ന ഒരു ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറി വിജയം UDFനുണ്ടായാലും അത്ഭുതപ്പെടേണ്ടി വരികയില്ല. അതുപോലെ കൊല്ലം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയതായ കോർപ്പറേഷനുകളിലെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള താല്പര്യം ജനങ്ങൾ കാട്ടി തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, മുൻപൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഒരു പങ്ക് സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുത്തത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയും വനിതകളെയുമാണ്. ഏതാണ്ട് 50% കൂടുതൽ വനിതകളാണ് കേരളത്തിൽ ഇന്ന് മത്സരിക്കുന്നത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറ അടിക്കുന്നതായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ വെല്ലുവിളി എന്ന രീതിയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി 50%-ലേറെ യുവാക്കളെയും യുവതികളെയും പക്വതയാർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കടുത്ത മത്സരമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചില സൂചനകൾ നൽകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥയോടൊപ്പം സർക്കാരിന്റെ ഖജനാവ് തൂർത്തടിച്ചേതാണ്ട് പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയിലേക്കായിരിക്കുന്നു കേരളത്തിലെ ഖജനാവ്. പിൻവാതിൽ നിയമനങ്ങൾ നിരനിരതയായി നടത്തുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തികളാക്കി രാഷ്ട്രീയത്തിന്റെ തുണിയാളുകൾ, ഈറാൻ മൂളികൾ, മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചെരുപ്പ് നക്കികളായിട്ടുള്ള കുറെ ആളുകളെ പിൻവാതിലൂടെ നിയമിച്ച് നിയമനമാകെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും നിഷേധിച്ചിരിക്കുന്നു. പെൻഷൻകാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ക്ഷാമാശ്വാസം വരെ കൊടുക്കാൻ കഴിയാതെ പോകുന്നു. വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, കശുവണ്ടി തൊഴിലാളി പെൻഷൻ ഇതെല്ലാം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ധൂർത്തടിച്ച് പണം ചെലവഴിക്കുന്നതിൽ യാതൊരു ലജ്ജയുമില്ലാതെ ഭരണകൂടം പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇറങ്ങിപ്പോകാൻ 4 മാസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങിക്കാൻ 1,10,00,000 രൂപ മുടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊരു ക്രൂരമായ വിനോദമാണിത്. ഇത് ജനങ്ങൾ തീർച്ചയായും പ്രതികാരം ചെയ്യും. അവരുടെ കയ്യിലുള്ള വോട്ടവകാശം അവർ യഥായോഗ്യം വിനിയോഗിക്കും. ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രത്യാഘാതങ്ങളും അതേൽപ്പിക്കുന്ന ആഘാതവും LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. ഏതായാലും ഒരു ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മാസം 13-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും കേരളത്തിലെ പൊതുസമൂഹം കാണാൻ പോകുന്നത്. അങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിഫലനമായിരിക്കും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടി, നല്ല ധാരണയോടുകൂടി, പതിവിന് വിരുദ്ധമായി ഐക്യ ജനാധിപത്യ മുന്നണി വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു പ്രചാരണ രംഗത്തും മറ്റ് പല മേഖലകളിലും. അതുകൊണ്ട് ശക്തമായ പ്രതീക്ഷ, വളരെ ബലമായിട്ടുള്ള ഒരു മുൻതൂക്കം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ വിരുദ്ധ വികാരം LDFന് കനത്ത തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ പോകുന്നത്.